പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്വർണം അധികം വാങ്ങരുത്, വർക്ക് ഫ്രം ഹോം ആണ്. ഇതൊക്കെ വരാൻ പോകുന്ന ഒരു എന്താ പറയാ ബ്രേക്കിന്റെ എന്ത് ബ്രേക്ക്? അതായത് വീണ്ടും ഒരു ലോക്ക്ഡൌൺ വരുന്നതിന്റെ ഇതാണോ? ലോകം മുഴുവൻ ലോക്ക്ഡൌണിലേക്ക് പോകുമോ? ഇവിടെ ഇല്ലാത്ത ടെൻഷൻസും ആങ്സൈറ്റീസും ഉണ്ടാക്കി ആൾക്കാരിൽ ഒരു പരിഭ്രാന്തി വരുത്തി കരിഞ്ചന്ത വിപ്ലവം ഉണ്ടാക്കാനുള്ള ശ്രമമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു വലിയ കാര്യമാണോ? ഈ ലോകത്തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം പ്രൈവറ്റ് സെക്ടറിൽ, അതായത് ഓരോ വീടും ഒരു സ്വർണ്ണ ഭത്തായമായിട്ടിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. 59 ഇപ്പൊ ഈ ഗണ്ഡിയാണല്ലോ ഈ ബഹളം കൂട്ടി നടക്കുന്നത്, റൗൾ വിൻസി അല്ലെങ്കിൽ രാഹുൽ ഗണ്ഡി. അദ്ദേഹത്തിന്റെ മുത്തശ്ശി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വർണം വാങ്ങുന്നത് നിർത്തിവെക്കണം. ലോക സമ്പദ്ഘടനയെ തന്നെ ഇന്ത്യക്ക് മുന്നിലേക്ക് വരണമെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ടുള്ള സ്വർണത്തിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് അമ്മ മുത്തശ്ശി പറഞ്ഞതാണ്. അതുപോലെ 13 UPA സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഓക്സ്ഫോർഡിലും ഹാർവേർഡിലൊക്കെ പഠിച്ച മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും ചിദംബരം ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ അവരും പറഞ്ഞു സ്വർണത്തിന്റെ ഉപയോഗം ഇന്ത്യക്കാർ കുറയ്ക്കണം, എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ലോക സമ്പദ് വ്യവസ്ഥയിൽ മുന്നിലെത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഈ ഗണ്ഡി കുടുംബത്തിന് അപ്പൊ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇപ്പൊ എന്തുകൊണ്ട്? ആ സമയത്ത് ലോകത്ത് യാതൊരു യുദ്ധവുമില്ല. ഈ സമയത്ത് ലോകം ആകെ പരിഭ്രാന്തിയിലാണ്. ഒരു ഭ്രാന്തനാണ് ലോകഗതിയെ നിശ്ചയിക്കുന്നത്. അത് ഗണ്ഡിയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ട്രംപിനെയാണ് ഉദ്ദേശിച്ചത്. ലോക സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല ലോകത്തെ എല്ലാവരെയും. ഒരു ദിവസം പറയും ഞാൻ നിർത്താൻ പോകുന്ന യുദ്ധം, പിറ്റേ ദിവസം പറയും ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ വരാൻ പോകുന്നു, ഒരു ദിവസം പറയും ഞങ്ങൾ ഇനി ബോംബ് ഇടില്ല, അണുവായുധങ്ങൾ ഉപയോഗിക്കില്ല, പിറ്റേ ദിവസം പറയും ബോംബ് ഇടും, അണുവായുധങ്ങൾ ഉപയോഗിക്കുന്ന